ഹലോ ഫ്രണ്ട്സ്, എഡ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജ്കിരൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LBSന്റെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേഷനുകളെ കുറിച്ചാണ്. അപ്പോൾ ധാരാളം സ്റ്റുഡൻസ് LBSന്റെ റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേഷനുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ +2 കഴിഞ്ഞ് BSc നേഴ്സിംഗിന് അഡ്മിഷൻ നോക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും LBSന്റെ റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിലവിലെ ഷെഡ്യൂൾ പ്രകാരം 8-ാം തീയതി, അതായത് ജൂലൈ മാസം 8-ാം തീയതി വരേണ്ട പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും 10-ാം തീയതി വരേണ്ട ഫൈനൽ റാങ്ക് ലിസ്റ്റും ഇതുവരെ വന്നിട്ടില്ല. നിലവിലെ അപ്ഡേഷൻ പ്രകാരം 15-ാം തീയതി, ജൂലൈ മാസം 15-ാം തീയതി വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലായി 130ഓളം വരുന്ന BSc നേഴ്സിംഗ് കോളേജുകളാണുള്ളത്. അപ്പോൾ ഈ ഒരു കോളേജുകളിൽ ടോട്ടൽ നമ്പർ ഓഫ് BSc നേഴ്സിംഗ് സീറ്റ് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 7500-നടുത്താണ്. അപ്പോൾ ഈ 7500 സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് LBS, PNC, MAC മുതലായ അലോട്ട്മെന്റ് വഴിയാണ് കേരളത്തിൽ അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സിന്റെ പകുതിയോളം സീറ്റ് LBS അലോട്ട്മെന്റ് വഴിയാണ് നടക്കുന്നത്. അപ്പോൾ നിലവിൽ നിങ്ങൾ BSc നേഴ്സിംഗ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ റാങ്ക് ലിസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പാരിസണും കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലും, അതായത് നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് എല്ലാ കോളേജിന്റെയും ഡീറ്റെയിൽസ് പറയാനായിട്ട് ഈ വീഡിയോയിൽ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 130ഓളം കോളേജിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ തന്നെ നല്ലൊരു വീഡിയോ ലെങ്ത് വളരെ അധികമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും ഓരോ കോളേജിന്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു, നിങ്ങൾക്ക് കേരളത്തിൽ BSc നേഴ്സിംഗ് അഡ്മിഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ +2-ലെ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് +2-ൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റുകളിലായിട്ട് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ LBSന്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BSc നേഴ്സിംഗിന്റെ മാത്രമാണ്. മറ്റുള്ള കോഴ്സുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് BSc നേഴ്സിംഗിന്റെ ഓരോ ജില്ലയിലും എത്രത്തോളം ഇൻഡെക്സ് മാർക്ക് വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസിന് അല്ലെങ്കിൽ എത്രത്തോളം റാങ്ക് ഉള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് ഒരു നേഴ്സിംഗ് കോളേജിന്റെ അലോട്ട്മെന്റ് കിട്ടിയ സ്റ്റുഡൻസിന്റെ ഇൻഡെക്സ് മാർക്കും അവരുടെ റാങ്കും ഒന്നും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ട്രിവാൻഡ്രത്തുള്ള അനന്തപുരി കോളേജ് ഓഫ് നേഴ്സിംഗ്, ആ ഒരു കോളേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ ഈ സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയ സ്റ്റുഡന്റിന്റെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 288.33 മാർക്കാണ്. ഓക്കെ, അപ്പോൾ 288 മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്റ്റുഡന്റിനാണ് അനന്തപുരി കോളേജ് ഓഫ് നേഴ്സിംഗിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്നൊക്കെ കുറച്ച് കുറഞ്ഞ മാർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്, കാരണം അവർക്ക് റിസർവേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു കോളേജും കൂടെ നോക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് കൊല്ലത്തുള്ളൊരു കോളേജാണ്. അപ്പോൾ കൊല്ലത്തുള്ള കോളേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസീസിയ കോളേജ് എടുക്കാം. അപ്പോൾ അസീസിയ കോളേജ് കൊല്ലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് ആയിട്ട് കിട്ടിയ സ്റ്റുഡന്റിന്റെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 287.5 ആണ്. അതായത് 287.5 മാർക്കാണ് ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 6436 മാർക്കാണ്. 6436 ആ കുട്ടിയുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർ ആയിട്ട് തന്നെ SC ST കാൻഡിഡേറ്റിന് ഈ പറഞ്ഞ പോലെ കുറച്ച് ലോവർ ആയിട്ടാണ്, പക്ഷേ ഏകദേശം ഒരു 281 ആ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതുപോലെ തന്നെ വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു ഈ ഒരു കാറ്റഗറിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 280-നും 290-നും ഇടയ്ക്കാണ് കുട്ടികൾക്ക് മാർക്ക് വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കോട്ടയത്തുള്ളൊരു കോളേജ് നോക്കാം. അപ്പോൾ കോട്ടയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെന്റ് തോമസ് കോളേജ് ഓഫ് നേഴ്സിംഗ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സെന്റ് തോമസ് കോളേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിലായിട്ട് കിട്ടിയ സ്റ്റുഡന്റിന്റെ മാർക്ക് എന്ന് പറയുന്നത് 293 ആണ്. 293.33 മാർക്കാണ് ആ കുട്ടിക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഇത് 300-ലാണെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. ഓക്കെ, ആ കുട്ടിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് 3718 ആണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പത്തനംതിട്ടയിലുള്ള ഹോളി ക്രോസ് കോളേജ് ഓഫ് നേഴ്സിംഗ് അടൂർ വരുന്ന ഒരു കോളേജ് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു കോളേജിൽ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ റാങ്ക് വന്നിരിക്കുന്നത് 9421 ആണ്. ഓക്കെ, 9421 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വന്നിരിക്കുന്നത്. ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 282 ആണ്.
അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇടുക്കിയിലുള്ള സെന്റ് ജോൺസ് കോളേജ് ഓഫ് നേഴ്സിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വന്നിരിക്കുന്നത് 289.17 ആണ്. 289.17 മാർക്കാണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ആലപ്പുഴ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് KVM കോളേജ് എടുക്കാം. അപ്പോൾ KVM കോളേജിൽ നമുക്ക് ടോട്ടലായിട്ട് വരുന്ന ഇൻഡെക്സ് മാർക്ക് വരുന്നത് ടോട്ടൽ 285 ആണ്. 285.83 മാർക്ക് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻറ്റിനാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് 285 റാങ്ക് വരുന്നത് 7608 ആണ്. ഓക്കെ, അടുത്ത നമുക്ക് എറണാകുളം നോക്കാം. എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ലൂർദ് കോളേജാണ്. അപ്പോൾ ലൂർദ് കോളേജിൽ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റ് വന്നിരിക്കുന്നത് 292 ആണ്. 292 മാർക്കാണ് സ്റ്റുഡൻറ്റിന് വന്നിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. ഏകദേശം റാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3889 ആണ് റാങ്ക് കുട്ടിയുടെ. ഓക്കെ, ഇനി തൃശ്ശൂരുള്ള ഒരു കോളേജ് നമുക്ക് നോക്കാം. തൃശ്ശൂരിൽ നമുക്ക് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് നോക്കാം. അപ്പോൾ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 295 295.83 ആണ് കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 2678 ആണ് ആ കുട്ടിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത്. അടുത്തതായി പാലക്കാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് നമുക്ക് കരുണ കോളേജ് ഓഫ് നേഴ്സിംഗ് ആണ്. അപ്പോൾ കരുണ കോളേജ് ഓഫ് നേഴ്സിംഗിൽ നമുക്ക് ഇൻഡെക്സ് മാർക്ക് വരുന്നത് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 285.83 ആണ് വന്നിരിക്കുന്നത്. അതായത് ഏകദേശം സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 7406 ആണ് കുട്ടികൾക്ക് വന്നിരിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത്. അടുത്ത മലപ്പുറത്ത് ഒരു കോളേജ് നോക്കുകയാണെങ്കിൽ MES കോളേജ് നോക്കാം. MES കോളേജ് പെരിന്തൽമണ്ണയിൽ വരുന്ന MES കോളേജിൽ നോക്കുകയാണെങ്കിൽ 292.5 295 മാർക്കാണ് കുട്ടിക്ക് വന്നിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 3904 ആണ് ടോട്ടൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വന്നിരിക്കുന്നത്. ഇനി കോഴിക്കോട് ജില്ലയിലെ ബേബി മെമ്മോറിയൽ കോളേജിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ബേബി മെമ്മോറിയൽ കോളേജിൽ കോഴിക്കോട് വരുന്ന സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് 295 ആണ്. 295 ഇൻഡെക്സ് മാർക്ക്, അതായത് 300-ൽ 295 മാർക്ക് കിട്ടിയ കുട്ടിക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. 2892 ആണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത്. പിന്നെ വയനാട് നമുക്ക് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് നോക്കാം. അപ്പോൾ വയനാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 289.17 ആണ് ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുള്ളത്. 5421 മാർക്കാണ് ടോട്ടൽ, മാർക്കല്ല റാങ്ക് ആണ് വന്നിട്ടുള്ളത്. ഇനി കണ്ണൂരിലുള്ള ക്രസന്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് രാമപുരത്ത് വരുന്ന കോളേജ് നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് വന്നിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 283 ആണ്. ഏകദേശം 8000-നടുത്ത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വന്നിട്ടുണ്ട് കുട്ടിക്ക്. അവസാനമായിട്ട് നമുക്ക് കാസർഗോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി കോളേജ് ഓഫ് നേഴ്സിംഗ് കാഞ്ഞങ്ങാട് വരുന്ന കോളേജാണ്. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ വന്ന ഇൻഡെക്സ് മാർക്ക് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 280-നടുത്താണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ പറഞ്ഞ എല്ലാ കോളേജുകളും നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു റിസർവേഷൻ കാറ്റഗറിക്ക് പോലും വലിയൊരു വേരിയേഷൻ വരുന്നില്ല എന്നുള്ളതാണ്. ആകെ വേരിയേഷൻ വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും മാത്രമാണ്. ബാക്കിയുള്ള കാറ്റഗറിക്കൊക്കെ, അതായത് ഈഴവ, മുസ്ലിം കാറ്റഗറി, ബാക്ക്വേർഡ്, ഹിന്ദു, ലാറ്റിൻ കത്തോലിക്, ഇവർക്കൊന്നും അധികം ഒരു വേരിയേഷൻ തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റാൻഡം ആയിട്ടാണ് ഓരോ കോളേജുകളും നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓരോ ജില്ലയിലും ഓരോ കോളേജ് നോക്കിയത് റാൻഡം ആയിട്ടാണ്. അപ്പോൾ നിലവിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ 15-ാം തീയതി വരും എന്ന് പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഏകദേശം ഒരു 8000-ന് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത, ഓക്കെ, ഇപ്പോഴും ഞാൻ ഉറപ്പ് പറയുന്നില്ല കൂടുതലായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസിന് റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 300-ൽ 300 മാർക്ക് കിട്ടിയ സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്. ഓക്കെ, അത് പേഴ്സണലി നമുക്ക് ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു കാര്യം തന്നെയാണത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ഒരു 285-ന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അതിൽ താഴെയുള്ള കുട്ടികൾ, അപ്പോൾ ഇൻഡെക്സ് മാർക്ക് ഇത്രയും ഈ 285-ന് താഴെയുള്ള കുട്ടികൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് നമുക്ക് ഇപ്പോഴും പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സെക്കൻഡ് ചാൻസ് എടുക്കാതെ സെക്കൻഡ് ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. കാരണം LBSന്റെ അലോട്ട്മെന്റ് ആണെങ്കിലും PNC മാർക്കിന്റെ അലോട്ട്മെന്റ് ആണെങ്കിലും മറ്റുള്ള ഏത് അലോട്ട്മെന്റുകളാണെങ്കിലും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ നേഴ്സിംഗിന് അഡ്മിഷൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നുള്ളതെന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ അഡ്മിഷൻ നോക്കുന്നവരാണെങ്കിൽ
നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിന് കേരളത്തിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ നേഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.